الحمد لله الذي زكى النفوس وطهرها بالفرائض والواجبات. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي وفى كل مقام حقه من العبادات. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ഥിരവിശ്വാസികളെ, അർഹമുർ-റഹീമീനായ അള്ളാഹുവിൻ്റെ നിയമവിധികളെല്ലാം പാലിച്ചു മനസ്സിലാക്കി ജീവിതത്തെ തഖ്വയുള്ള അവസ്ഥയിലാക്കി മാറ്റാൻ, പരലോകബോധത്തോടുകൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഖൈറായ നന്മയുടെ വഴികളിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള ഒരാളായി എനിക്ക് മാറണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബായി ഞാൻ മാറണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകരായി, ദീനി സ്നേഹിയായി ജീവിക്കണം എന്ന് നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നവരാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നമാ യുഹിബ്ബു അദ്ദീന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ദീനാണ്, മതനിരാസമല്ല, തോന്നിവാസങ്ങളല്ല, താന്തോന്നിത്തരങ്ങളല്ല. അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹിൻ്റെ മതം ഒരാൾ അനുസരിച്ച് മുന്നോട്ട് പോകലാണ്. വൽ ഇൽമ, അറിവാണ് അള്ളാഹ്ക്കിഷ്ടം, അറിവില്ലായ്മയല്ല, വിവരക്കേടല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. വൽ യഖീന, നല്ല ഉറച്ച ഈമാനാണ് അള്ളാഹ്ക്കിഷ്ടം. ആടിയുലയുന്ന സംശയജീവിയായി മുന്നോട്ട് പോകുന്നവനല്ല അള്ളാഹ്ക്കിഷ്ടം. സഹോദരങ്ങളെ, നമ്മളൊക്കെ നന്നായി ദീനൊന്ന് പഠിക്കണം, അതിൻ്റെ പ്രചാരകരായി മാറണം, ദീനെ മുറുകെ പിടിക്കുന്നവരായി മാറണം, യഥാർത്ഥ രൂപത്തിലുള്ള ദീനിനെ സ്നേഹിക്കുന്നവരായി മാറണം, ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവരായി മാറണം. ഇത് പറയാൻ പ്രത്യേകിച്ച് ആരെയും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോകത്ത് വിപ്ലവകരമായ പരിവർത്തനമുണ്ടാക്കി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ
ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചു തുടങ്ങിയ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ഇല്ലാത്ത ആശയങ്ങളും ചിന്തകളും ധർമ്മബോധവും മൂല്യബോധവും ഒക്കെയായി ജീവിക്കാൻ തുടങ്ങിയത് ഒരു വഹയിൻ്റെ ദീനിൻ്റെ ആശയങ്ങൾ ലഭിച്ചത് മുതലാണ്. അവിടുന്ന് തനിക്കൊരാദർശം ലഭിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത്, പ്രവാചകരെ നിങ്ങൾ ഒറ്റക്കങ്ങ് ജീവിച്ചാൽ പോരാ, നിങ്ങൾക്ക് ലഭിച്ച ഈ ദീനിനെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ വ്യാപിപ്പിക്കണം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. സൂറത്തുൽ ശുഅറാ ഒരു ചെറിയ ആയത്താണ്. നീ നിന്റെ കുടുംബത്തെ താങ്കളുടെ കുടുംബത്തിൽ താക്കീത് കൊടുക്കണം. കുടുംബക്കാർക്ക് ദീന് കൈമാറാൻ നമുക്ക് കഴിയണം. ഒരു മഹാ കുടുംബ സംഗമം വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്തു പറയാനാ? ദീന് പറയാനാണ് കുടുംബ സംഗമം. ആ മഹാസംഗമത്തിലേക്ക് ഖുറൈശികളെ മുഴുവൻ വിളിക്കുകയാണ്. ഏറെക്കുറെ അബൂലഹബും അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാരുള്ള കുടുംബമാണല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു നിങ്ങളെ വേട്ടയാടാൻ വരുന്നു എന്ന് ഈ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കുടുംബക്കാരെ? ഞങ്ങൾ വിശ്വസിക്കും. താങ്കൾ ഞങ്ങളുടെ ഇടയിലെ അൽ അമീനാണ്. എങ്കിൽ ഞാൻ പറയട്ടെ, അതേ ഞാൻ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കണം. ഈ ലോകത്തിന് ഒരേ ഒരു ഖാലിഖുള്ളൂ, ഒരേ ഒരു പടച്ചോനുള്ളൂ. ആ പടച്ചോനെ നിങ്ങൾ ആരാധിക്കണം. അതല്ലയാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല. ആ ആരാധനയിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത്. ലാത്ത ദൈവമല്ല, ഉസ്സ ദൈവമല്ല, മനാത്ത ദൈവമല്ല, അവരോട് ആരാധനയില്ല, പ്രാർത്ഥനയില്ലെന്ന് പച്ചക്കങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ അവിടുന്നതാ ആദ്യമായി കുടുംബത്തിൽ നിന്ന് അതേ ചില ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. അല്ല മുഹമ്മദേ, ഇത് പറയാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത്? നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് കുടുംബത്തിലെ കാരണോലായ അബൂലഹബ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് കുടുംബ സംഗമം നടത്തുന്നവരാണ്. നാട്ടിൽ ഒരുപാട് കുടുംബ സംഗമങ്ങൾ ഓരോ തറവാട്ടുകാരും നടത്തുന്നുണ്ട്. നല്ലതാണ്, നല്ല പോലെയാണെങ്കിൽ. ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ചീത്തപ്പേരുകളും അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ആ നടത്തിപ്പുകാർ അനുഭവിക്കേണ്ടി വരും. നല്ല സുന്ദരമായ അടിപൊളിയായ പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, നല്ല ചെറുപ്പക്കാരികളായവരൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് നല്ല ഒപ്പനയുണ്ട്. എന്തേ കാരണം? കുടുംബ സംഘമാണ്. ആരും എതിർക്കുന്നില്ല, എല്ലാവരും പോയി കൊടുക്കുകയാണ്. എല്ലാവരും കാണാമല്ലോ. പറ്റുന്നതും പറ്റാത്തതുമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരും അതിൽ മെമ്പർമാരാണ്. പ്രോത്സാഹിപ്പിക്കാൻ നല്ലത് തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പിൽ ഒരു നിർദ്ദേശമുണ്ട്, ദീന് പറയാൻ പാടില്ല, അത്തരം മെസ്സേജ് ഇടാൻ പാടില്ല, അങ്ങനത്തതൊന്നും മിണ്ടാൻ പാടില്ല, പുറത്താക്കും. സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിനോട് ഒരു മഹാഭൂരിഭാഗം എതിർത്ത് നിൽക്കുമ്പോഴാ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞു. അബൂലഹബ് പറഞ്ഞ വാക്കിന് അലിഹാദാ ജമഅതനാ, അബൂലഹബിൻ്റെ തബ്ബൻ ലക യാ മുഹമ്മദ് എന്ന സംസാരത്തിന് മറുപടി തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറാ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. കുഞ്ഞുനാളിൽ മദ്രസയിൽ നിന്ന് പഠിച്ചൊരു സൂറത്തിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ തഫ്സീറൊന്ന് വായിച്ചു നോക്ക്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. ഒരു മഹാദൗത്യം വന്ന്, ഒരു ദീന് വന്ന്, ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അതിന് തടയിടുകയോ എന്നിട്ട് നാശം പറയുകയോ, അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. അവൻ എന്താ വിചാരിച്ചത്? കുറച്ച് പൈസ ഉണ്ട് തറവാട്ടിൽ എന്ന് വിചാരിച്ച് അങ്ങ് ജയിക്കാൻ പറ്റുമെന്നാണോ? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. നിന്റെ സമ്പത്തും നിന്റെ സമ്പാദ്യം മുതലുകൊണ്ടൊന്നും ഉപകരിക്കില്ല നിനക്ക്. നീ മാത്രല്ല വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അതേപോലെ കൂട്ടിക്കൊടുപ്പുകാരിയായി എല്ലാ ഫിത്നക്കും കാരണക്കാരിയായ ആ കുടുംബത്തിലെ ഭാര്യയെയും എടുത്തു പറഞ്ഞു, നാശമാണവള്.
സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മുടെ കുടുംബത്തിലാകമാനം പറയേണ്ടത്. അത് പറയാൻ പറ്റുന്ന വേദികളിലൊക്കെ പറയണം. അത് സംസാരിക്കേണ്ടവർ നമ്മളാണ്. മാറി നിൽക്കരുത്. ജനങ്ങൾ എതിർക്കുമോ, കുടുംബക്കാർ മാറ്റി നിർത്തുമോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? എൻ്റെ റബ്ബത് ഇഷ്ടപ്പെടുമെങ്കിൽ അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തെ എല്ലാം വിളിച്ചു വരുത്തി പറയേണ്ട പുതിയ കാലഘട്ടത്തിലാണ്. എന്താ പറയേണ്ടത്? നമ്മുടെ പടച്ചോൻ അള്ളയാണ്. കാരണം എന്താ? ഇപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. പടച്ചോന് മടവൂര് പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതെ അതെ, ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്നറിയണം. പാട്ടായി, ആൽബമായി, പ്രസംഗങ്ങളായി, ഏടുകളിലായി ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇന്ന് ഈ മുസ്ലിമീങ്ങൾക്ക് ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളെ പടച്ചോനാണ്, ഞങ്ങളെ പടച്ചോനാണ് മടവൂരെന്ന് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ബാപ്പാനെ, നമ്മുടെ ഉമ്മാനെ അങ്ങാടിയിലിട്ട് വഷളാക്കിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന മൗനികളാണോ? അല്ല, നമ്മൾ പറ്റാവുന്നത് ചെയ്യും. അവിടെ നമ്മുടെ പടച്ചറബിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും, എത്ര മുതിർന്നവർ പറഞ്ഞാലും, എത്ര ബഹുമാന്യരായാലും അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, അല്ല കേട്ടോ, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാത്തിൻ്റെയും പടച്ചോന് അള്ളയാണ്. ഖുർആൻ പറയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് പടച്ചറബാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചത് അള്ളയാണ്. സുമ്മ റസഖക്കും, നിങ്ങൾക്ക് റിസ്ക് തന്നത് പടച്ചോനാണ്. സുമ്മ യുമീതുക്കും, നിങ്ങളെ മരിപ്പിക്കുന്നത് പടച്ചോനാണ്. സുമ്മ യുഹീക്കും, രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അതേ റബ്ബ് തന്നെയാണ്. ഈ റബ്ബിനെ ആരാധിക്കണമെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചെന്ന് സംസാരിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് നാട്ടിലൂടെ ജീവിക്കാനും പറയാനും തുടങ്ങിയാൽ നിങ്ങളുടെ നേർക്ക് വിരലുകൾ ചൂണ്ടിയിട്ട് പറയും, നീ വഹാബിയാണ്, നീ പുത്തൻവാദിയാണ്, നീ പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാണ്, ദിക്റില്ലാത്തവനാണ്, സ്വലാത്തില്ലാത്തവനാണ്. പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവിടെ വരും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശബ്ദവുമായി കൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ്റെ മുഖത്ത് നോക്കി അവർ വിളിച്ചത് അൻത മജ്നൂൻ, നീ ഭ്രാന്തനാണ്. അതിനേക്കാൾ വലുതല്ലല്ലോ നമ്മളെ വിളിക്കുന്ന ഒരു വിളിയും. ഷാഇറുൻ, നീ ഒരു കവിയാണ്, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നൊരു കവിയാണ്. കദ്ദാബുൻ, നീ പച്ചയായ കള്ളമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാഹിറുൻ, നീ ഒരു മായാജാലക്കാരനാണ്, എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംസാരിക്കുകയാണ്. പ്രവാചകൻ്റെ നേർക്കവർ വിമർശനങ്ങൾ പറഞ്ഞു. അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോഴും പ്രവാചകർ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ വിമർശനം ഉണ്ടാകുമ്പോഴത്തേന് നിർത്തിക്കാൻ പറ്റിയ പണിയല്ലത്. ഇതിൽ വിമർശനങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, വീട്ടിൽ നിന്ന് പുറത്താക്കലുകൾ ഉണ്ടാകും. ഇത് ദീനാണ്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നാട്ടിലിറങ്ങിയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ശത്രുക്കളെല്ലാവരും കൂടി ആലോചിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് പഞ്ഞിക്കിടണം, ഒരു മൂലക്കാക്കണം, ഒന്ന് അരികുവൽക്കരിക്കണം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തള്ളണം ഇവിടുന്ന്. കഫിരീങ്ങളായ ആളുകൾ സൂത്രങ്ങളും കുതന്ത്രങ്ങളും ആലോചിക്കാൻ തുടങ്ങി. പ്രവാചകരെ, നിങ്ങളെ എങ്ങനെയെങ്കിലും ബന്ധനസ്ഥനാക്കണം, എവിടെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയിടണം. അല്ലെങ്കിൽ നബിയെ നിങ്ങളെ കൊല്ലണം എന്നവർ ആലോചിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. എന്തിനാ? ദീന് പറഞ്ഞതിനാണ്, ദീന് സംസാരിച്ചതിനാണ്, ദീൻ ഇഷ്ടപ്പെട്ടതിനാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, അവർ ചെയ്തോട്ടെ, അവർ തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. വയം കുറുല്ലാ, അവരെന്തൊക്കെയോ തന്ത്രം മെനയുന്നുണ്ട്, അല്ലാഹ് അതിനേക്കാൾ വലുത് മെനയുന്നുണ്ട്, സൂത്രം ചെയ്യുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ,
അള്ളാഹുവാണ് ഏറ്റവും നല്ല സൂത്രങ്ങളെല്ലാം അറിയുന്ന ഖൈറായവൻ അവൻ തന്നെയാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ 30-ാമത്തെ ആയത്ത് വായിച്ചാൽ ശരിക്കും ചരിത്രം അവിടെ പറയുന്നുണ്ട്. പ്രവാചകരെ അവിടുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ പല വഴിക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പറയും തോറും അനുയായികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ എണ്ണം കൂടി. പിന്നെ കുടുംബത്തിൽ നിന്ന് ആളുകൾ കൂടാൻ തുടങ്ങി. ഇതിനൊരു പുരോഗതി വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, വിശ്വാസികളായി ആരൊക്കെ രംഗത്ത് വരുന്നോ അവരെ മുഴുവൻ വേട്ടയാടാൻ തുടങ്ങി. പണ്ഡിതന്മാരെ മാത്രമല്ലല്ലോ ഒന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ അനുചരിക്കുന്ന, ഏറ്റവും നല്ല രൂപത്തിൽ ദീന് മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ വരെ ഇന്ന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അനുയായികളായ ആളുകളെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്കേവർക്കും അറിയാം, മക്കയിലെ സുമുഖനായിരുന്ന സുന്ദരനായിരുന്ന ചെറുപ്പക്കാരൻ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ വായിച്ചാൽ കരയാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ മക്കയുടെ സുഗന്ധമായിരുന്നു. അവിടുത്തെ സുന്ദരിമാരായ ചെറുപ്പക്കാരികൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയിൽ നിൽക്കുമായിരുന്നു എന്നൊരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ട്. പല ഉമ്മമാരും ആഗ്രഹിച്ചിരുന്നു, എൻ്റെ മകനെ എങ്ങനെയൊക്കെ ആക്കണമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു പ്രവാചക പൂങ്കവൻ്റെ സംസാരം കേൾക്കുകയാണ്, ഇസ്ലാമിനെ അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ദാറുൽ അർഖം എന്ന ആ ആദ്യത്തെ വിദ്യാലയത്തിൽ ചെന്നുകൊണ്ട്, നബിയേ, ഇതാണ് ഇസ്ലാമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് നബിയേ പ്രഖ്യാപിച്ചു. തൽക്കാലം വീട്ടിലും കുടുംബത്തിലും നീ ആരോടും പറയണ്ട, മൂടി വച്ചേക്ക്, പതുക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ധാരണയായി. പക്ഷേ മിസ്അബ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച വിവരം ഉസ്മാൻ ബിൻ ത്വൽഹ എന്ന് പറയുന്ന മറുവിഭാഗത്തുണ്ടായിരുന്ന ആൾ ചെന്ന് കുടുംബക്കാരോട് വിവരം കൊടുത്തു. നിങ്ങളുടെ മകൻ ഇന്ന് മുതൽ പുത്തനാശയത്തിൽ പെട്ടുപോയിട്ടുണ്ട്, സൂക്ഷിക്കണം. താക്കീത് കൊടുത്തു. അന്നവരുടെ ഉമ്മയായ ഹന്നാസ് ബിൻത് മാലിക് ഒരു തീരുമാനമെടുത്തു, ഈ പുതിയ മതം കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ പുതിയ മതവുമായി കൊണ്ട് ഈ ഉമ്മാൻ്റെ തണൽ നിനക്ക് ലഭിക്കില്ല. നീ ദീൻ എന്നൊഴിവാക്കുന്നോ അന്ന് നീ ഈ വീട്ടിലൊരു മകനായിട്ട് പരിഗണിക്കൂ. കെട്ടിയിട്ടു. വസ്ത്രം ശരിക്ക് കൊടുത്തില്ല, ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നു, ഒരു സ്വാതന്ത്ര്യവും ശരിക്ക് നൽകിയില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, നീ മതം ഉപേക്ഷിക്കണം. 6-7 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാറ്റവും ഇല്ലാതെ ആയ സമയത്ത് കയറൂരി വിട്ടു. എങ്കിൽ ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. സൗന്ദര്യവാനായ മിസ്അബ്, തറവാടിത്തമുള്ള സമ്പന്ന കുടുംബത്തിലെ ഒരു മകൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്, ഉടുത്ത വസ്ത്രവും കൊണ്ട്, മുഷിഞ്ഞ വസ്ത്രവും കൊണ്ട്. ആകെ പ്രയാസകരമായി കഅബയുടെ വാതിലിൻ്റെ പരിസരത്ത് ചെന്നപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഒരാഴ്ച മുമ്പ് കണ്ട മിസ്അബിൻ്റെ രൂപവും ഇന്ന് കാണുന്ന ആളും തമ്മിൽ അഭേദ്യമായ വ്യത്യാസം. പ്രവാചകർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മിസ്അബ് എന്തു പറ്റി? എൻ്റെ ഉമ്മ എന്നെ തടവിലാക്കി നബിയെ, ഈ ദീൻ ഉപേക്ഷിക്കാൻ എന്നോട് പറഞ്ഞു നബിയെ, ഞാനിത് വിടാൻ ഒരിക്കലും ധൈര്യമില്ല, എനിക്ക് കഴിയില്ല നബിയെ. അവിടുന്ന് ഹിജറ പോകാൻ ആവശ്യപ്പെടുകയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ്, അവരൊക്കെ സഹിച്ചത്, അവരൊക്കെ അനുഭവിച്ചത് ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. മഹാനായ ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഒരു യജമാനൻ്റെ കീഴിൽ അനുഭവിച്ച കിരാതമായ മർദ്ദനങ്ങളെ നിസ്സാരമായി ഒരു ചരിത്രവും എഴുതി വച്ചിട്ടില്ല. ആ മഹാചരിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടുകയാണ്, കാലുകൾ കൂട്ടിക്കെട്ടുകയാണ്, അറബി പിള്ളേരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഈ ബിലാലിനെ വലിച്ചു കൊണ്ടുപോകണം, മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകണം. എപ്പോഴാണോ ലാത്ത ഉസ്സ എന്ന് അവൻ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവനെ വിടാവുന്നതാണ്. കയറും വലിച്ചിട്ട് അല്ലാ അല്ലാ എന്ന വിളി അവസാനിപ്പിച്ച് ലാത്തയെയും ഉസ്സയെയും എപ്പോഴാണ് ബഹുമാനിച്ച് വിളിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കാം. ചരിത്രം പറയുന്നുണ്ട്,
ലാ യസാലു അലാ ദാലിക ഹത്താ യമൂത് ഔ യക്ഫുറ ബിമുഹമ്മദിൻ. നിങ്ങൾ ഈ ബിലാലിനെ പറ്റാവുന്നതൊക്കെ ചെയ്തോളൂ, എന്ത് മർദ്ദനങ്ങളും നിങ്ങൾ ചെയ്തോളൂ കുട്ടികളെ. എത്ര വരെ എന്നറിയുമോ? ഒന്നുകിൽ ബിലാൽ കിടന്ന് പെടഞ്ഞ് മരിക്കണം, അല്ലെങ്കിൽ അവൻ ഈ മുഹമ്മദ് എന്ന പ്രവാചകനെ നിഷേധിക്കുന്നവനായി മാറണം. അതുവരെ ഒരു സ്നേഹവും കാണിക്കണ്ട, നിങ്ങൾക്കവനെ എന്ത് ക്രൂരതയും കാണിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പ്രഖ്യാപിച്ചത് റബ്ബി അല്ലാ അഹദ് അഹദ്, എൻ്റെ റബ്ബല്ലയാണ്, എൻ്റെ പടച്ചോൻ അല്ലയാണ്, അവൻ ഏകനാണ് ഏകനാണ്, ഏകനായ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ഇത് പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളാണ് നമ്മൾ മറക്കണ്ട. ഖബ്ബാബ് ബിൻ അർറത്ത് റളിയല്ലാഹു അൻഹുവിന് അനുഭവിച്ച മർദ്ദനങ്ങൾ ഏറ്റവും ലളിതമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. ഒരുപാട് മർദ്ദനങ്ങളിലേറ്റു, ആരും അത് അറിഞ്ഞിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൂടെ ജീവിച്ചിരുന്നു, ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഷോള് ഒന്നങ്ങ് തെന്നി മാറിയപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുറകുമാകത്തതാ ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇറച്ചിയില്ല, കുഴികൾ മാത്രമാണ് മുതുകത്ത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറയാണ്, അതേ അതെ എന്ത് സംഭവിച്ചു എന്ന് ഖബ്ബാബേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഔഖദു ലീനാറ, അവർ എനിക്ക് വേണ്ടി തീ കൂട്ടി ഉണ്ടാക്കി. ഫമാത് ഫഹാ ഇല്ലാ ബദക വഹരി, എന്നിട്ട് എൻ്റെ മുതുകത്ത് ഇരുമ്പിൻ്റെ കമ്പികൾ ചൂടാക്കിയിട്ടതിങ്ങനെ വെക്കാൻ തുടങ്ങി. ആ കമ്പിയുടെ ചൂട് മാറുന്നത് വരെ എൻ്റെ മാംസത്തിലായിരുന്നു അവക്കുള്ള സ്ഥാനം. അങ്ങനെ നോക്കിയ ആ കുഴികൾ, ഇങ്ങനെ രൂപപ്പെട്ട കുഴികളുണ്ടായിരുന്നു ഞങ്ങളുടെ ശരീരത്തിലെന്ന് സ്വഹാബിമാർ പലരും കണ്ടവർ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ശരിക്ക് ചരിത്രത്തെ പഠിക്കേണ്ടത്. നാട് വിട്ട്, കൂട് വിട്ട്, കുടുംബം വിട്ട് അവർ ഹിജറ പോയത് ഈ മതം മുറുകെ പിടിക്കാൻ, അതിൻ്റെ ആദർശത്തെ നെഞ്ചിലേറ്റിയിട്ട. വല്ലദീന ഹാജറൂ وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا. എൻ്റെ മാർഗത്തിൽ ആരാണോ ഹിജറ പോകുന്നത്, ആരെയൊക്കെയാണ് എൻ്റെ മതത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, ആരൊക്കെയാണോ എൻ്റെ മാർഗത്തിൽ, അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നത്, എല്ലാവർക്കും ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. വീട് വിട്ടു പോകാൻ മടിക്കണ്ട. താമസിക്കുന്ന വീട് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പോയി വീട് മാറണം. കുറച്ച് കഷ്ടപ്പാടാണ്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന മഹല്ല് ഒരു ദീനിയായ അന്തരീക്ഷത്തിലല്ല. കുറേ ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുന്നു, അതിന് പൈസ കൊടുക്കേണ്ടി വരുന്നു, അത്തരം ആളുകൾക്ക് പിന്നാലെ നിന്ന് നടക്കേണ്ടി വരുന്നുവെങ്കിൽ തൽക്കാലം നീ മറ്റു മഹല്ല് തേടി നടക്കേണ്ടി വരും. എന്തിനാണ് ഹിജറ പഠിപ്പിച്ചു തന്നത്? വിടാൻ തന്നെയാണ്. ദീനാണ് പ്രധാനം, അതിനേക്കാൾ വലുതല്ല ഒന്നുമെന്ന് പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറക്ക് പോകുന്ന വേളയിൽ സന്തോഷിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? എൻ്റെ പ്രവാചകൻ, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു യാത്രക്ക് ചാൻസ് കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു. വിഷമങ്ങളൊക്കെയുണ്ട്. മാത്രമല്ല, ദീനീ രംഗത്ത് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിനെ മറികടന്നത് അല്ലാഹുവിലുള്ള ശക്തമായ തവക്കുലായിരുന്നു. പിറകോട്ട് വലിയലില്ല, പിറകോട്ട് മാറലില്ല. ഹിജറ പോകാൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലൊരാൾ കിടക്കണം, അതിന് അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യാത്ര പോകുന്ന സൗർ ഗുഹയിലേക്ക് എത്തി ഒളിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തണം, അസ്മാ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി. മക്കയിൽ ഇപ്പോൾ എന്തൊക്കെ ചർച്ചയാണ് നടക്കുന്നത് എന്ന വിവരമറിയണം, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തി. ഹിജറ പോകുന്ന മണൽ വഴികളിൽ ഞങ്ങൾ രണ്ടുപേർ ഇതിലൂടെ പോയിട്ടുണ്ട് എന്ന് അറിയാതിരിക്കാൻ ഒരു ആട്ടിൻകൂട്ടത്തെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ പോയ വഴിയിലൂടെ ആടുകളെ കൊണ്ടുവരണം, ഇതിലൂടെ ഞങ്ങൾ പോയ വഴി പോലും ആരും അറിയരുത്. തവക്കുലെന്ന് പറഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ കയ്യും പൂട്ടിയിരുന്ന് തവക്കൽതു അലല്ലാഹ് പറയുന്ന പേരല്ല. ചെയ്യാനുള്ളതിൻ്റെ എല്ലാം ചെയ്തിട്ട് വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അല്ലാഹുവിൽ നീ തവക്കുലാക്കണം. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്,
നീ ഒരു കാര്യം ഉറച്ചു തീരുമാനിച്ചാൽ പിന്നെ നീ അള്ളാഹ്ക്ക് തവക്കുലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ മാത്രം കാണുന്ന ഒന്നല്ല, കാണേണ്ട ഒന്നല്ല. ഒരു വെള്ളിയാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്ന ചടങ്ങുകളല്ല ദീൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വസ്ത്രത്തിൽ ദീന് കാണണം, നമ്മുടെ ശരീരത്തിൻ്റെ അടയാളങ്ങളിൽ ദീന് കാണാൻ. എന്തിനാണ് മൂടി വെക്കുന്നത്? എന്തിനാണ് അതിങ്ങനെ മറച്ചു വെക്കുന്നത്? ദീനിൻ്റെ അടയാളങ്ങൾ കാണണം. നമ്മുടെ സംസാരത്തിൽ ദീന് കാണണം. സലാം ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാ പറയേണ്ടിടത്തത് പറയണം, മാഷാ അല്ലാ പറയേണ്ടിടത്തത് പറയണം, ബാറക്കല്ല പറയേണ്ടിടത്തത് പറയണം, അൽഹംദുലില്ലാ പറയേണ്ടിടത്തത് പറയണം. നമ്മുടെ സംസാരത്തിൽ ദീനുണ്ടാകണം. ദീൻ ആചരിക്കാനുള്ളതാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ഇണയെ നീ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചോ. അത് ഈ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന പരിഹാരമാണത്. ദീനിൻ്റെ ശത്രുക്കളായ ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാകണം. ദീനിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോട് നമുക്ക് മഹബ്ബത്തുണ്ടാവണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, ദീനിൻ്റെ എല്ലാ ചിഹ്നങ്ങളോടും മനസ്സിൽ ആദരവും ബഹുമാനവും ഉണ്ടാവണം. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഖൽബിൽ തഖ്വണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. മതപരമായ ചിഹ്നങ്ങളോട് ബഹുമാനം ഉണ്ടാകും. പള്ളിയോട്, ഖുർആനിനോട്, ഉലമാക്കന്മാരോട്, ദീനി സദസ്സിനോട് അവൻക്കൊരു ബഹുമാനം ഉണ്ടാകും. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ വശങ്ങളെ ശരിയാവണ്ണം പഠിച്ചു പകർത്തി ഒരു നല്ല ദീനി സ്നേഹിയായി മാറാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കേരളത്തിൽ പൊതുവിൽ തിന്മകളുടെ, അക്രമങ്ങളുടെ ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേള ജുവൈനൽ കുറ്റവാളികൾ, പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളുടെ എണ്ണം വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പല കുറ്റവാളികളെയും പ്രതികളെയും പിടിച്ച് ചോദ്യം ചെയ്തിട്ട് നിനക്ക് ഇത്രയും മാരകമായ ആപത്ത്, ഈ അപകടം ചെയ്യാൻ നിനക്ക് എങ്ങനെയാ പഠിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ പല പ്രതികളും പറയുന്നത് സിനിമയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്വന്തം സഹപാഠിയുടെ പള്ളയിലേക്ക് കുപ്പി കയറ്റിയിട്ട് കൊന്നുകളഞ്ഞ 14 വയസ്സുകാരനോട് ചോദിച്ചു, മോനെ എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ സ്ഥിരമായി ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ട്, അങ്ങനെയാണ് എനിക്കിത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്. സിനിമകൾ ഇന്ന് ചർച്ചയാവുകയാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നേ ഇല്ല. പക്ഷേ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ അപ്പുറത്ത് അതിന് ഇസ്ലാമിനെതിരെ വിരോധം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു മാധ്യമമായി ഇന്ന് സമൂഹത്തിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയും സ്ത്രീകളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വാതിൽ മുട്ടുന്നു എന്ന പരാതി വരുമ്പോൾ ഒന്ന് ശരിക്കിരുന്ന് ചിന്തിച്ചു നോക്ക്. താൻ കുഴിച്ച കുഴിയിൽ ഇന്ന് താൻ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർ തെറ്റായ മാർഗങ്ങളിൽ എത്താതിരിക്കാൻ പഠിപ്പിച്ചു. കുഫൂ ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകളെ തടയണം, നിയന്ത്രിക്കണം, കൈകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വഗുള്ളൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ കാണാൻ പറ്റാത്തത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം, താഴ്ത്തണം. വഹ്ഫളൂ ഫുറൂജക്കും, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ ഹലാലല്ലാത്ത മാർഗത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ തിരിക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പരിശുദ്ധമായ ജീവിതത്തിനെ ഇസ്ലാം മോഹിപ്പിക്കുന്നു.
എന്നാൽ സിനിമകളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയാതെ കഥാപാത്രങ്ങളുടെ ഉള്ളിലൂടെ അവർ കൊണ്ടുവരുന്നത് ചില യൂറോപ്യൻ സംസ്കാരങ്ങളാണ്. കള്ളും പെണ്ണും കഞ്ചാവും തല്ലും ഗുണ്ടായുസവും ഇതെല്ലാം പഠിപ്പിക്കാൻ അവർ കൊണ്ടുവരുന്നത് സിനിമക്കുള്ളിലൂടെയാണ്. നവലിബറലിസത്തിൻ്റെ സ്വതന്ത്രവാദത്തിൻ്റെതായ എല്ലാ നിലക്കുമുള്ള വാദങ്ങളും അവർ കൊണ്ടുവരുന്നു. സ്വവർഗരതിക്കാർക്കും അത്തരം സിനിമകൾക്ക് നോക്കി അവാർഡ് കൊടുക്കുന്ന അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിനിടയിലേക്ക് അത്തരം ലിബറലിസം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധത സിനിമകളിൽ കുത്തി നിറക്കുകയാണ്. ഹജ്ജ് നെജ്ജ് പജ്ജ് ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെ ഭാഷ എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. വില്ലന്മാരായി സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളായി മുസ്ലിം പേരുള്ളവരെ കൊണ്ടുവരിക, എന്തെല്ലാം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സവർണ മേധാവിത്വം ഒളിച്ചു കടത്തുകയാണ്. നാസ്തികതയും നിരീശ്വരവാദവും ശരിക്ക് പ്രചരിപ്പിക്കുകയും മതനിരാസം കൊണ്ടുവരികയും അത്തരത്തിലൊരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനുമൊക്കെ സിനിമകളിലൂടെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ മാരകമായി വ്യഭിചാരത്തിൻ്റെയും അശ്ലീലതയുടെയും കാമാസക്തിയുടെയും കാമകേളി ലേലി വിലാസങ്ങളെ പച്ചയായി സീനുകളായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ കുടുംബസമേതം ഇത് കാണാൻ പൈസ കൊടുത്തു പോകുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ അത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത്. വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, ഏറ്റവും മോശപ്പെട്ട നീചമായ മാർഗമാണ് അത്തരം സിനകൾ. നമുക്കതിൻ്റെ ഒരു നിലക്കുമുള്ളതാകാൻ പാടില്ല. അതിനോട് യാതൊരു സമരവും നമുക്ക് സമരസപ്പെട്ടു പോകുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, കുട്ടികൾ അടക്കമുള്ളവർ മുതിർന്നവരാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു സംസാരം അവർ കേട്ടാൽ അത് മറക്കാൻ സാധ്യതയുണ്ട്. കേട്ടത് മറക്കും. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കണ്ടത് വളരെ കുറഞ്ഞ ശതമാനമേ മറക്കുകയുള്ളൂ. നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മളെന്നോ കണ്ടത് നമുക്കെന്നും ഓർമ്മയുണ്ട്. കണ്ടത് മറക്കാൻ പ്രയാസാണ്. അപ്പോൾ ഇത്തരം രംഗങ്ങളും ഇത്തരം ചർച്ചകളും കാണുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്? മനസ്സിലതിങ്ങനെ കൊത്തിവെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നീട് മക്കൾ നശിച്ചു, ഭാര്യ മോശമായി, കുടുംബം തകർന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക അൻഹു മസ്ഊലാ. നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ്, നമ്മുടെ ഹൃദയം പടച്ച റബ്ബ് ചോദിക്കും, എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് ചിന്തിച്ചു. ഇത് വെറുതെ തന്നല്ല. അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നല്ലവണ്ണം ശരിയായ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സകല തിന്മകളുടെയും ഒരാളായി മാറാതിരിക്കാൻ അതിനോട് അനുഭാവമുള്ളവർ, വേഷം സ്വീകരിക്കുന്നവർ, അത്തരം മുടി സ്വീകരിക്കുന്നവർ, അവരെ നോക്കിയിട്ട് അവരുടെ ഫാൻസായി മാറുന്നവർ, അവരെ നോക്കിയിട്ട് അത്തരത്തിലുള്ള ബ്രാൻഡുകൾ തീരുമാനിക്കുന്നവർ, സ്റ്റാറ്റസ് വീഡിയോകളും പ്രൊഫൈൽ വീഡിയോകളും സിനിമാ പ്രേമത്തിൻ്റെതായ രംഗങ്ങൾ കൈമാറുന്ന ആളുകൾ, അത്തരം ഡയലോഗുകൾ പറഞ്ഞ് പാടി നടക്കുന്നവർ, നമ്മൾ അറിയാതെ സിനിമയെ പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ സമൂഹമേ, നമ്മൾ അത്തരത്തിലുള്ള തിന്മകളുടെ കൂടെയാണോ എന്ന് വേണ്ടു വിചാരം നടത്തുക. അള്ളാഹു എല്ലാവിധ ഷർറുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിക്ക് ദീന് പഠിക്കാൻ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ തുറന്ന് പഠിക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. സൂറത്തുൽ അംബിയായിൻ്റെ പഠന ക്ലാസ്സുകൾ ശനിയാഴ്ച സുബ്ഹ് നമസ്കാരം നടന്നുകൊണ്ടിന് ശേഷം നടക്കുകയാണ്. എല്ലാവരും കുടുംബസമേതം പറ്റാവുന്നവരൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കാളികളാവുക. സിയാറി അടക്കമുള്ള മക്കളെ ദീന് പഠിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കരുത്. അതിൽ പങ്കാളികളാകാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രാസ്ഥാനികമായി വിവിധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കെ ഞാൻ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ നന്നായി പഠിക്കാൻ ശ്രമിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്ത് ഓൺലൈനിലൂടെ നമുക്ക് ദർശിക്കാൻ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം എന്താണ്, അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനിൽ മലപ്പുറത്ത് വെച്ചാണ് നടക്കുന്നതെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ അവസരമുണ്ട് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയാവുന്ന നല്ലൊരു മനസ്സറിഞ്ഞ സാന്നിധ്യത്തിൽ സ്വതക്കയും സഹായങ്ങളും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സ്വതക്ക പള്ളിയുടെ പരിപാലന പ്രവർത്തനത്തിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ
ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ ഈ കഴിഞ്ഞ നാളുകളിൽ മരണപ്പെട്ട വാർത്തയറിഞ്ഞു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗികളായി ഒരുപാട് പേർ കിടപ്പിലായി മറ്റു പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ എല്ലാ നിലക്കുമുള്ള കുബുദ്ധിയ തരത്തിലുള്ള കുതന്ത്രങ്ങളും മറ്റും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവേ, നീ ഇസ്ലാമിന് ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് എല്ലാ സഹായവും നൽകണമേ റഹ്മാനെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ 40,000 മേലെ പിഞ്ചോമനകളടക്കമുള്ളവരെ കൊന്നൊടുക്കിയ നരാധമന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പടച്ചറബേ, ആ പാവങ്ങളായ ഫലസ്തീനികളെ നീ സഹായിക്കണമേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ജോലിയിൽ വരുമാനത്തിൽ ബറക്കത്ത് നൽകണമേ. നല്ല കുടുംബജീവിതം നൽകണമേ. ഞങ്ങൾക്ക് കൺകുളിർമയുള്ള ദാമ്പത്യം നൽകണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.